കൊള്ള 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 തീവെട്ട് കൊള്ള. ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വാഹനം പാർക്ക് ചെയ്യുന്നതിന് ഒരു വാഹനത്തിൻ്റെ ഒരു വർഷത്തെ ഇൻഷുറൻസ് അടയ്ക്കുന്ന പൈസ ഒരാഴ്ച ഇവിടെ പാർക്ക് ചെയ്യുന്നതിന് കൊടുക്കേണ്ടി വരും. ഇതെന്തൊരു കൊള്ള! കാണുന്നില്ലേ ജനങ്ങളെ? നിങ്ങൾ കാണുന്നില്ലേ? ജനപ്രതിനിധികളെ നിങ്ങളിത് കാണുന്നില്ലേ? നിങ്ങൾക്ക് ട്രെയിനേൽ ഫ്രീ, കാറേ ഫ്രീ, നിങ്ങൾക്കെല്ലാം ഫ്രീ, ഗ്യാസ് ഫ്രീ, ഫോൺ വിളിക്കുന്ന ഫ്രീ, വെള്ളം ഫ്രീ, കറണ്ട് ഫ്രീ, എല്ലാം ഫ്രീ. ഞങ്ങൾക്ക് ഇവിടെ ഒരു കാർ പാർക്ക് ചെയ്യണമെങ്കിൽ കൊള്ള കൊള്ള കൊള്ള, കരിഞ്ചന്ത. ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനാണ് അതിമനോഹരമായ രീതിയിൽ പണി കഴിപ്പിച്ച് ജനങ്ങൾക്കായി തുറന്നു കൊടുത്ത ഈ പാർക്കിംഗ് സൗകര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ MP കൊടിക്കുന്നിൽ സുരേഷും മറ്റുള്ള ആൾക്കാരും എല്ലാം കൂടി ഇവിടുത്തെ രാഷ്ട്രീയക്കാരെല്ലാം കൂടി കൊട്ടിഘോഷിച്ച് ഭയങ്കര ഒരു പരിപാടിയൊക്കെ നടത്തി ഇവിടെ ഒരു ട്രെയിൻ സ്റ്റോപ്പ് അനുവദിച്ചു. നിങ്ങളൊരു കാര്യം ചിന്തിക്കുക, ഇത്രയും മനോഹരമായ രീതിയിൽ ഒരു പാർക്കിംഗ് സൗകര്യമുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ, ഇവിടുത്തെ പാർക്കിംഗ് സംവിധാനത്തിന് വേണ്ടി ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിക്കുന്ന ഓരോ വണ്ടിയുടെയും ടോൾ നിങ്ങൾ കണക്ക് കൂട്ടുന്നുണ്ടോ? 2 ഓവർ ഒരു ബസ് ഇവിടെ പാർക്ക് ചെയ്തതിന് 100 രൂപ, 3 and 4 വീലർ 30 രൂപ. ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. 2 ഓവർ 2 8, 10, 20, 50, 270. ബസ്സിന് 350, 840, 1260, 2100, 840. ഇതൊക്കെ സമയത്തിനനുസരിച്ചാണ് കേട്ടോ. ഒരു ബസ് ഇവിടെ വന്നിട്ട് 96 ഓവർ, 42 to 96 ഓവർ പാർക്ക് ചെയ്യുന്നതിന് 2100 രൂപയാണ്. എൻ്റെ രാഷ്ട്രീയക്കാരെ, നിങ്ങൾ പൊതുജനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്, മനസ്സിലായോ? ഒരു ട്രെയിൻ ഇവിടെ നിർത്തുന്നത് പൊതുജനത്തിൻ്റെ ആവശ്യമാണ്. പക്ഷെങ്കിൽ അവനിവിടെ വന്നിട്ട് ആ ട്രെയിൻ കയറി പോകണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ ഇവിടെ പാർക്കിംഗ് ഫീസ് കൊടുക്കണമെന്നറിയാവോ? മനസ്സിലായോ? എത്ര രൂപ പാർക്കിംഗ് ഫീസ് കൊടുക്കണം? പ്രൈവറ്റ് പാർട്ടി എടുത്തിട്ട് ഏതോ ഹിന്ദിക്കാരൻ എടുത്തിരിക്കുകയാണ് ഇവിടുത്തെ പാർക്കിങ്. ഭീമമായ രീതിയിലാണ് ഇവിടെ പാർക്കിങ് ഫീസ് ഈടാക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദിക്കാം, വണ്ടിയെടുക്കാൻ കാശുണ്ടല്ലോ, പാർക്കിങ്ങിന് കാശ് കൊടുത്തുകൂടെ? ഇത്രയും കൊള്ള നടത്തിയിട്ട് ഒരു മനുഷ്യൻ പോലും അതിന് ചോദിക്കാനില്ല. ഒരു MP വന്നാലോ മറ്റൊരു രാഷ്ട്രീയക്കാരൻ വന്നാലോ അവൻ്റെ കൂടെ അവർ രാജാവായിട്ട് ഇങ്ങോട്ട് വരും. അവരുടെ കൂടെ ജണ്ടയും കൊട്ടി ഈങ്കിലാം വിളിക്കാൻ ഇവിടുത്തെ കുറേ ആൾക്കാർ കൂടെ കൂടും. പക്ഷേ നിങ്ങൾക്ക് നാളെ ഇവിടെ കൊണ്ടൊന്ന് വണ്ടി പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ റേറ്റ് നിങ്ങൾ ഈ ബോർഡിലൊന്ന് നോക്കിയിട്ട് വേണം പാർക്ക് ചെയ്യാൻ. അതുകൊണ്ട് എന്താ സംഭവിച്ചിരിക്കുന്നതെന്നറിയാവോ? ഇവിടെ സ്ഥിരമായിട്ട് വന്നു പോകുന്നവരെല്ലാം ഈ റോഡിൽ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ വണ്ടി ഇട്ടിട്ട് പോവാം. അതിൻ്റെ അകത്ത് പാർക്ക് ചെയ്താലും അവർക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. എങ്കിൽ പിന്നെ റോഡിലിട്ട് കൂടെ എന്നുള്ള രീതിയിലാണ് പൊതുജനങ്ങൾ. അവർ ഇവിടെ കൊണ്ടുവന്ന് ഈ റോഡിൽ വണ്ടികൾ കംപ്ലീറ്റ് പാർക്ക് ചെയ്തിട്ട് പോയിരിക്കുക. കണ്ടോ വണ്ടികൾ കിടക്കുന്ന കണ്ടോ? ഇവർ ഡെയിലി സർവീസുകാരാണ്. ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടിട്ട് പോയിരിക്കുക. ഇനിയിപ്പോൾ ഇതിലെ ഒരു വണ്ടി കയറി വന്ന് ഇതിലൊക്കെ തട്ടിയിട്ട് പോയാൽ അറിയത്തില്ല. എങ്കിലും അവർക്ക് ഡെയിലി ഇത്ര രൂപ കൊടുക്കാനില്ല. ഒന്നോർത്ത് നോക്കിക്കേ, ഇവിടെ ഈ വണ്ടികൾ കിടക്കുന്നുണ്ടോ ഈ വഴിക്ക്? ഇവിടുന്ന് അങ്ങേ അറ്റം വരെ വണ്ടികൾ റോഡിൽ പാർക്ക് ചെയ്തിട്ട് ആൾക്കാർ പോയിരിക്കുക. അപ്പോൾ ഇതാണ് ജനങ്ങൾക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. ആരാ? ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ ജനങ്ങൾക്ക് ഈ ഭീമമായ കൊള്ളയിൽ നിന്ന് അവരെ നിങ്ങൾ രക്ഷിക്കണം. അല്ലാതെ ഒരു ട്രെയിൻ നിർത്തിയിട്ട് കാര്യമില്ല. ട്രെയിൻ നിർത്തിയാൽ അതേ കയറാനും അതേ ഇറങ്ങാനും വരുന്നവർക്ക് ആദ്യം നിങ്ങൾ സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. ആ വണ്ടി പാർക്ക് ചെയ്യുന്ന ന്യായമായ ഒരു റേറ്റ് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം. അതാണ് ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത്. ഓക്കേ.